പ്രോഫിറ്റ് ലോസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതെല്ലാം ഫോർമുല യൂസ് ചെയ്താണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോർമുല നമുക്കറിയില്ല, നമുക്ക് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മാത്രമേ അറിയൂ എങ്കിൽ എങ്ങനെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. കാരണം നമ്മൾ മാത്സിൽ ഇഷ്ടംപോലെ ഫോർമുലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ എക്സാം ടൈമിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോയാൽ ഒരു ഫോർമുലയും യൂസ് ചെയ്യാതെ തന്നെ ബേസിക് കോൺസെപ്റ്റ് വെച്ച് നമുക്കങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് താഴെ നിൽക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ താഴെ നിൽക്കുന്ന കമൻറ്റ് ബോക്സിൽ നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. When the price of Maruti cars increased by 30%, the number of Maruti cars sold decreased by 20%. The total sales revenue, option A increased by 10%, option B decreased by 2%, option C increased by 4%, and option D none of these. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, when the price of Maruti cars increased by 30%, the number of Maruti car sold decreased by 20%. മാരുതി കാറുകളുടെ ഒറിജിനൽ വില 30% കൂട്ടിയപ്പോൾ, when the price of Maruti cars increased by 30%, the number of Maruti car sold decreased by 20%. അപ്പോൾ ഈ മാരുതി കാറുകൾ വിൽക്കുന്നവയുടെ എണ്ണം എന്ത് സംഭവിച്ചു? 20% കുറഞ്ഞു. നമുക്കറിയാം, ഒരു സാധനത്തിൻ്റെ റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിൻ്റെ എണ്ണം കുറയും. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. when the price of Maruti cars increased by 30%, the number of Maruti car sold decreased by 20%. മാരുതി കാറിൻ്റെ വില 30% കൂട്ടിയപ്പോൾ അവയുടെ വിൽപ്പന 20% കുറഞ്ഞു. ദ ടോട്ടൽ സെയിൽസ് റവന്യൂ, അങ്ങനെയെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇൻക്രീസ്ഡ് ബൈ 10% ഇൻക്രീസ് ഉണ്ടായി. ഓപ്ഷൻ ബി ഡിക്രീസ്ഡ് ബൈ 2%, 2% നഷ്ടമുണ്ടായി, കുറവുണ്ടായി. ഓപ്ഷൻ സി ഇൻക്രീസ്ഡ് ബൈ 4%, 4% വളർച്ചയുണ്ടായി, അല്ലെങ്കിൽ ലാഭമുണ്ടായി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, ഇല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാൻ നോക്കാം. റൈറ്റ്, അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് പറഞ്ഞില്ല, മാരുതി കാറിൻ്റെ വില 30% കൂടി. ഓക്കെ, നമുക്ക് ചുമ്മാ ഒരു അസംഷൻ ചെയ്ത് നോക്കാം. എന്താണ് ഒന്ന് അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കാറിൻ്റെ വില 100 രൂപ എന്ന് വിചാരിച്ചാൽ നമുക്ക് റൗണ്ടഡ് ഫിഗർ കിട്ടണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു കാറിൻ്റെ ആക്ച്വൽ വില 100 രൂപയാണ് എന്ന് വിചാരിക്കുക. അവർ സാധാരണ വിറ്റുകൊണ്ടിരുന്ന എണ്ണം എന്ന് പറയുന്നത് ഒരു 10 എണ്ണം എന്ന് ചോദിച്ചു, 10 എണ്ണം എന്ന്. അപ്പം നമ്മുടെ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അയാൾ സാധാരണ വിറ്റുകൊണ്ടിരുന്ന എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 എണ്ണമാണ് വിട്ടിരുന്നത്. അപ്പോൾ അയാൾക്ക് നേരത്തെ എത്ര രൂപ കിട്ടുമായിരുന്നു? 100 × 10, അതായത് 1000 രൂപ കിട്ടുമായിരുന്നു. റൈറ്റ്, ഇത് വില കൂട്ടുന്നതിന് മുമ്പാണ്. നമ്മൾ കൊടുക്കുമ്പോൾ മാക്സിമം ഈ റൗണ്ടഡ് ഫിഗർ കൊടുക്കാൻ നോക്കുക. റൈറ്റ്, അപ്പം നേരത്തെ ഒരു മാരുതിക്കാരൻ്റെ വില 100 രൂപ എന്ന് വിചാരിക്കുക, 10 എണ്ണം വിൽക്കുമായിരുന്നു, അപ്പോൾ 1000 രൂപ കിട്ടുമായിരുന്നു. റൈറ്റ്, അപ്പോൾ ഇത് കൗണ്ടാണ്, എത്ര എണ്ണം വിൽക്കും. റൈറ്റ്, അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൈസ് ഓഫ് മാരുതി കാർസ് ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര കൂട്ടി? 30% കൂട്ടി. അതായത് നേരത്തെ 100 രൂപയായിരുന്നു, അപ്പോൾ 30% കൂട്ടി എത്ര വരും? 130. സിമ്പിൾ. അപ്പം ഇപ്പോഴത്തെ വില എത്രയാണ്? 130. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ നമ്പർ ഓഫ് മാരുതി കാർ സോൾഡ് ഡിക്രീസ്ഡ് ബൈ 20%. അതായത് എത്ര എണ്ണമാണോ നേരത്തെ വിറ്റത് അതിൽ 20% ഡിക്രീസ് ഉണ്ടായി. 10ൻ്റെ 20% എത്രയാണ്? 2. റൈറ്റ്, 10ൻ്റെ 20% 2. അപ്പോൾ അവിടെ എത്രയാണ്? 8. അതായത് ഇപ്പം വിൽക്കുന്നത് 8 എണ്ണമാണ്. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് 8 എണ്ണമാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര രൂപ കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 8 × 0 0, 8 × 3 എത്രയാണ്? 24. 2, 1 8, 8 2 10. അതായത് ഇപ്പോൾ അയാൾക്ക് എത്ര കിട്ടുന്നു? 1040. റൈറ്റ്, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, എന്തായാലും അയാൾക്ക് പ്രോഫിറ്റാണ് ഉണ്ടായത്, ഇൻക്രീസാണ് ഉണ്ടായത്. റൈറ്റ്, അതായത് നേരത്തെ അയാൾക്ക് 1000 രൂപ കിട്ടിയ സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1040 രൂപ. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് ലാഭം? 40%. 40% രൂപയാണ്. നമ്മൾ 100 രൂപയെന്ന് ഒരു മാരുതിയുടെ എടുത്താൽ 40. റൈറ്റ്, അങ്ങനെയെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം?
ഇത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നേരത്തെ എത്രയാണോ വിറ്റിരുന്നത് അതിനാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതായത് 40 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. അതായത് 1000-ൽ 40 എത്രയെന്നാണ് നോക്കാനുള്ളത്. റൈറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 ക്യാൻസൽ, 0 ക്യാൻസൽ, 0 ക്യാൻസൽ. എത്ര ശതമാനമാണ്? 4%. ഇത്രയേ ഉള്ളൂ. റൈറ്റ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4% ഇൻക്രീസ്ഡ് ബൈ 4%. റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ സിമ്പിളാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവയെ റൗണ്ടഡ് വാല്യൂസിൽ, അതായത് 100, 10, 1000 അങ്ങനെയുള്ള വാല്യൂസിൽ എഴുതുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? മാരുതി കാറുകളുടെ വില 30% വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവയുടെ വിൽക്കുന്നതിൻ്റെ എണ്ണം എന്ത് സംഭവിച്ചു? 20% കുറഞ്ഞു. അങ്ങനെയെങ്കിൽ അവർക്ക് ലാഭമാണോ നഷ്ടമാണോ, അതിൽ വർധനമാണോ ഉണ്ടായത്, അതാ ഡിക്രീസാണോ ഉണ്ടായത്? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ നോക്കിയ എന്താണ്? ആ മാരുതിയുടെ ഈ വില വർദ്ധിക്കുന്നതിന് മുമ്പുള്ള വില 100 എന്ന് കൊടുത്തു. റൈറ്റ്. 100 10 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ 100 എന്ന് കൊടുത്തു. എന്നിട്ട് അവ ഒരു ദിവസം നേരത്തെ ആൾറെഡി വിറ്റുകൊണ്ടിരുന്ന എണ്ണം എന്ന് പറയുന്നത് 10 എന്ന് കൊടുത്തു. അപ്പം ടോട്ടൽ അയാൾക്ക് എത്ര കിട്ടുമായിരുന്നു? ഒരെണ്ണം വിൽക്കുമ്പോൾ 100 രൂപ. അങ്ങനെ ഈ 10 എണ്ണം വിൽക്കുമ്പോൾ 1000 രൂപ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നു. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അതിൻ്റെ വില 30% കൂട്ടി. അതായത് 100ൻ്റെ 30% എന്ന് പറയുന്നത് 30 രൂപ തന്നെയാണ്. റൈറ്റ്. അപ്പോൾ 130 രൂപയ്ക്കാണ് അയാൾ ഒരെണ്ണം വിൽക്കുന്നത്. അതായത് നേരത്തെ 100 രൂപയ്ക്ക് വിറ്റിരുന്ന ഒരു മാരുതി ഇപ്പോൾ വിൽക്കുന്നത് 130 രൂപയ്ക്കാണ്. അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് മാരുതി കാർ സോൾഡ് ഡിക്രീസ്ഡ് ബൈ 20%. അതായത് നേരത്തെ എത്ര എണ്ണം വിറ്റിരുന്നോ അതിൻ്റെ 20% കുറവാണ് ഇപ്പോൾ വിൽക്കുന്നത്. നേരത്തെ 100 എണ്ണം വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ 80 എണ്ണം. ഈ നേരത്തെ 10 എണ്ണം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 8 എണ്ണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എണ്ണം 10 ആണ്. അപ്പോൾ ഇപ്പോൾ എത്രയാണ്? 8 എണ്ണമാണ് വിൽക്കുന്നത്. 20% നഷ്ടം അവിടെ ഉണ്ടായി. 20% നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് കുറഞ്ഞു അവിടെ. റൈറ്റ്. അങ്ങനെയെങ്കിൽ 10 എന്നുള്ള 8 ആയി. അപ്പോൾ ഇയാൾക്ക് ഇവിടെ എത്ര രൂപ കിട്ടും? 130 ഇൻറ്റു 8. അതായത് ഒരെണ്ണത്തിന് 130 എങ്കിൽ 8 എണ്ണത്തിന് 1040 രൂപ അയാൾക്ക് കിട്ടും. റൈറ്റ്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 40 രൂപ. അതായത് ഇവിടെ 40 രൂപ കൂടുതലാണ്. ഇൻക്രീസാണ്, ഡിക്രീസ് അല്ല, ഇൻക്രീസാണ് കിട്ടുന്നത്. നേരത്തെ 1000 രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 1040 രൂപയാണ്. അതായത് 40 രൂപ കൂടുതലാണ് കിട്ടുന്നത്. റൈറ്റ്. 40 രൂപ കൂടുതലാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ കിട്ടിയിരുന്ന തുക 1000 ആണ്. അപ്പോൾ 1000 എഴുതി. ഇപ്പം ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? 40 രൂപ. അപ്പം 1000-ൽ 40 എത്ര ശതമാനം കണ്ടുപിടിക്കണം? അതിനുവേണ്ടി നമ്മൾ എഴുതിയത് 40 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4%. അതായത് ടോട്ടൽ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 4%. 4% വർധനവാണ് അയാൾക്കുണ്ടായത്. റൈറ്റ്.